അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷവും എത്ര കണ്ട് ഒഴിവുകൾ ഓരോ തസ്തികകളിലേക്കും വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്ന അവസരത്തിൽ പരമാവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും അധികം നിയമനങ്ങൾ നടക്കാനുള്ള സാധ്യത ഏറെയാണ്. ആ പ്രതീക്ഷയോടുകൂടി തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷയെ ഫേസ് ചെയ്യാനും നല്ല ഉയർന്ന റാങ്കിൽ എത്തിച്ചേരാനും സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. അപ്പോൾ PSCയെ സംബന്ധിച്ചിടത്തോളം പരമാവധി ഒഴിവുകൾ ഓരോ തസ്തികകൾക്കും റിപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ ഓരോ തസ്തികയിലും ഏതൊക്കെ തസ്തികകളിലാണ് ഒഴിവുള്ളത്, അതുപോലെ തന്നെ പുതിയ തസ്തികകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനി വരാൻ ഏതൊക്കെ തസ്തികകളിലാണ് ഒഴിവുകൾ ഉള്ളത്, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് വ്യക്തമായ ധാരണ ഓരോ വർഷത്തിൻ്റെയും തുടക്കത്തിൽ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ആ വർഷം വരുന്ന ഒഴിവുകളെ സംബന്ധിച്ച് തസ്തികകളെ സംബന്ധിച്ചും ഒഴിവുകളെ സംബന്ധിച്ചുള്ള വ്യക്തമായ ധാരണയിൽ ഓരോ ഉദ്യോഗാർത്ഥികൾക്കും എത്തിച്ചേരാൻ സാധിക്കും. അതിനുള്ള ഒരു നല്ല വാർത്തയാണ് ഇന്നിപ്പോൾ അറിയാൻ കഴിയുന്നത്. PSCയെ സംബന്ധിച്ചിടത്തോളം 2026 കലണ്ടർ വർഷത്തിലെ ഒഴിവുകൾ എത്രയുണ്ട് എന്ന് PSCയെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഉള്ള തലവന്മാർ മുൻകൂട്ടി അറിയിക്കണമെന്ന് കർശന നിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2026 2025 വന്നതിനേക്കാളും കൂടുതൽ ഒഴിവുകൾ അല്ലെങ്കിൽ കൂടുതൽ തസ്തികകളിലേക്കുള്ള നോട്ടിഫിക്കേഷനുകളൊക്കെ തന്നെ PSCയിൽ പ്രസിദ്ധീകരിക്കുമോ എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയിൽ എത്തിച്ചേരാൻ സാധിക്കും. ഒഴിവുകൾ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ അതിനനുസരിച്ചുള്ള നിയമനങ്ങളൊക്കെ കൃത്യമായിട്ട് കൂടുതൽ നടക്കുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പല ഉദ്യോഗാർത്ഥികളും നിലവിൽ പരിശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാൻ ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളിലൂടെ സാധിക്കുന്നതാണ്. ഈ 2026 കലണ്ടർ വർഷത്തെ പ്രതീക്ഷിത ഒഴിവുകളൊക്കെ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷനെ, അതായത് PSCയെ അറിയിക്കണമെന്ന് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ വകുപ്പ് തലവന്മാരും തങ്ങളുടെ നിയമനാധികാരികളും ആ വകുപ്പിന്റെ നിയമനാധികാരികളും 2026 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ ഓരോ തസ്തികയിലും ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രതീക്ഷിത ഒഴിവുകൾ ഡിസംബർ 26 പബ്ലിക് സർവീസ് കമ്മീഷനെ അറിയിക്കണമെന്ന് നിർദ്ദേശം നൽകി. ഒഴിവുകൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ ഒഴിവുകളില്ല എന്ന് അറിയിക്കണം. 2026 വർഷത്തെ പ്രതീക്ഷിത ഒഴിവുകൾ സംബന്ധിച്ച വിവരങ്ങൾ ഡിസംബർ 30-നകം സെക്രട്ടേറിയറ്റിലെ ബന്ധപ്പെട്ട ഭരണവകുപ്പിനും ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര അഡ്മിനിസ്ട്രേറ്റീവ് വിജിലൻസിന്റെ സെല്ലിനും അതുപോലെ തന്നെ വകുപ്പിനും റിപ്പോർട്ട് ചെയ്യണമെന്നും സർക്കുലറിൽ പറയുന്നുണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് ഏതൊക്കെ തസ്തികകളിൽ ഏതൊക്കെ ഒഴിവുകൾ ഉണ്ട് എന്നതിനെക്കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞ് അതിനനുസരിച്ച് എത്ര നിയമനങ്ങൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ പരീക്ഷയെ ഫേസ് ചെയ്യാനും നല്ല രീതിയിൽ പഠിച്ച് ടോപ്പ് റാങ്കിൽ എത്തിച്ചേരാനും, ഇനി അഥവാ റാങ്ക് ലിസ്റ്റ് വന്നാലും ഒഴിവുകൾ കുറവാണല്ലോ അല്ലെങ്കിൽ ഇനി ഒഴിവുകൾ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു ആശങ്ക ഉദ്യോഗാർത്ഥികളുടെ ഉള്ളിൽ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു നല്ല നിർദ്ദേശമാണ് ഇതിനെ കണക്കാക്കാം. കാരണം നിലവിൽ എത്ര ഒഴിവുകൾ ഉണ്ട് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒഴിവില്ല എന്നും അറിയാൻ കഴിയും. അപ്പോൾ പൊതുവെ നിയമനങ്ങൾ ഓരോ തസ്തികകളിലേക്കൊക്കെ വരുന്ന അവസരത്തിൽ ചിലപ്പോൾ ഒരു ഒഴിവോ അല്ലെങ്കിൽ 2 ഒഴിവോ എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ ചിലത് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് കാണാറുണ്ട്, ഒഴിവുകൾ നിർണ്ണയിക്കപ്പെടുന്നില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒഴിവുകൾ ഓരോ വകുപ്പിന്റെയും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും തലവന്മാർ പ്രസ്തുത ഒഴിവുകളെ സംബന്ധിച്ച് കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്ന അവസരത്തിൽ അതുപോലെ തന്നെ പുതിയ തസ്തികകളൊക്കെ ഉണ്ടെങ്കിൽ പുതിയ തസ്തികകളിലേക്ക് ഒഴിവുകൾ വരികയാണെങ്കിൽ ഇതൊക്കെ തന്നെ ഇങ്ങനെയുള്ള നിർദ്ദേശത്തിലൂടെ റിപ്പോർട്ട് സമർപ്പിക്കുന്ന അവസരത്തിൽ പുതിയ നോട്ടിഫിക്കേഷൻ ഒക്കെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ധാരാളം പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണ് 2026 വരാൻ പോകുന്നത്. അതനുസരിച്ചുള്ള നടപടികളൊക്കെ തന്നെ PSCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഒഴിവുകൾ 2025-നേക്കാളും കൂടുതൽ ഒഴിവുകളൊക്കെ തന്നെ 2026 പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. അപ്പോൾ എല്ലാവരും ജോലി ലഭിക്കാനുള്ള പുതിയ അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.